ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ബാഗും ഡ്രസ്സും ഒക്കെ വാങ്ങിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് പ്രൈസ് ടാഗ് കൂടി കിട്ടും അല്ലേ. ഈ ഒരു പ്രൈസ് ടാഗ് വെച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ളൊരു യൂസ്ഫുൾ ഐഡിയ ആണ് ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് 100% യൂസ്ഫുൾ ആവും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ കയ്യിൽ ഇപ്പോൾ 2 പ്രൈസ് ടാഗാണുള്ളത്. ഈ ഒരു ഡിസൈനാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത്. അപ്പോൾ ഞാൻ ഈ ഒരു പ്രൈസ് ടാഗ് വെച്ചിട്ടാണ് ഐഡിയ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് വെച്ചിട്ട് നമ്മളൊരു മാലയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് എടുക്കുന്നുണ്ട്. ഈ പ്രൈസ് ടാഗിൽ ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം, ബ്ലാക്ക് തന്നെ വേണമെന്നില്ല. ഒരു ഡാർക്ക് ബേസ് കിട്ടാനാണ് ഞാൻ ബ്ലാക്ക് കൊടുക്കുന്നത്. രണ്ട് സൈഡിലും ഒരുപോലെ തന്നെ കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഉണങ്ങാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അത് ഉണങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ടുന്ന ബാക്കി കാര്യങ്ങൾ സെറ്റാക്കാം. ഞാനൊരു ചോക്ലേറ്റിൻ്റെ കവർ എടുത്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് ബിസ്ക്കറ്റിൻ്റെ കവറോ ലേസിൻ്റെ പാക്കറ്റോ ഒക്കെ എടുക്കാവുന്നതാണ്. എടുക്കുന്ന കവറിൻ്റെ ഒരു സൈഡിൽ ഇതേപോലെയുള്ള സിൽവർ കോട്ടിംഗ് ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഏത് കവർ വേണമെങ്കിലും എടുക്കാം. ഈ കവറിൽ നിന്ന് കുറച്ച് ഡയമണ്ട് ഷേപ്പ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഷേപ്പ് കറക്റ്റ് കാണാനായിട്ട് ഞാനൊരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വെക്കുന്നുണ്ട്. ഈ ഷേപ്പിൽ കുറച്ചെണ്ണം കട്ട് ചെയ്തെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ പ്രൈസ് ടാഗ് ഇവിടെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പീസസും നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടിക്കണം. സെൻറ്ററിൽ ഒട്ടിക്കാനായിട്ട് ഞാനൊരു റൗണ്ട് ഷേപ്പിലുള്ള പീസ് കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കാം. അതിനുശേഷം മാത്രം ഒട്ടിച്ചാൽ മതി. ഈ ഒരു പാറ്റേണിൽ തന്നെ വെക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ വെക്കാം. ഇനി ഇത് ഒട്ടിക്കണം. അതിനായിട്ട് ഞാൻ സാധാ ഫെവിഗമാണ് എടുക്കുന്നത്. സ്പേസൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. ബ്ലാക്കും സിൽവറും നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ്. ഇനി ഇതൊന്നുകൂടി ഭംഗി കൂട്ടാനായിട്ട് ഞാൻ ഇവിടെ മെറ്റാലിക് ഗോൾഡൻ കളർ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ബോർഡറിൽ ഒരു തിൻ ലൈന് ഈ ഗോൾഡൻ കളർ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബോർഡർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇപ്പം തന്നെ ആ ഒരു ഗോൾഡൻ കളറും ബ്ലാക്കും ഒക്കെ നന്നായിട്ട് മാച്ച് ആവുന്നുണ്ട്. ഇനി ഇതിന് ഒന്നുകൂടി ഒന്ന് ഭംഗി കൂട്ടാം. അതിനായിട്ട് ഞാനൊരു ടൂത്ത് പിക്ക് എടുക്കുന്നുണ്ട്. എന്നിട്ട് സെൻറ്ററിലുള്ള ആ ഒരു റൗണ്ടിന് ചുറ്റും ഗോൾഡൻ കളറിൽ ഓരോ കുഞ്ഞു ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ടൂത്ത് പിക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഈർക്കിലോ പെന്നോ പെൻസിലോ അങ്ങനെ എന്തെങ്കിലും പോയിൻറ്റഡ് ആയിട്ടുള്ളത് എടുത്താൽ മതി. ഈ റൗണ്ടിന് ചുറ്റും ഡോട്ട്സ് ഇട്ട് കൊടുത്തു. ഇതുപോലെ തന്നെ നമുക്ക് ആ ഡയമണ്ട് ഷേപ്പിനും ചുറ്റും ഡോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാലയുടെ ലോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ 3 കളേഴ്സും നല്ല മാച്ചിങ് ആണ്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ചൂസ് ചെയ്യാം. ഇത് തന്നെ എടുത്തോളണമെന്നില്ല. ഡാർക്കും ലൈറ്റും ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിരിക്കും. ഈ ലോക്കറ്റിന് ചരടിട്ട് കൊടുക്കാനായിട്ടൊരു ഹോൾ വേണം. അപ്പോൾ ഞാൻ മുകളിലായിട്ടൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചരടിന് ഞാൻ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളറിലുള്ളൊരു വൂളൻ ത്രെഡാണ്. പഴയ മാലയുടെ ത്രെഡ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇത് ഞാൻ 2 ലെയർ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ആ ഹോൾസിലൂടെ ഈ ഒരു ത്രെഡ് ഒന്ന് കോർത്തു കൊടുക്കാം. കറക്റ്റ് നീളമാക്കിയതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതവിടെ സ്റ്റേബിളായിട്ട് നിന്നോളും. അപ്പം നമ്മൾ വേസ്റ്റാക്കി കളയുന്ന പ്രൈസ് ടാഗ് കൊണ്ട് ഒരു അടിപൊളിയായിട്ടുള്ളൊരു മാല ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ കയറിൻ്റെ മുകളിൽ ഇതിന് മാച്ച് ആവുന്ന രീതിയിൽ ഒരു 4 മുത്ത് കൂടി ഞാൻ കോർത്ത് കൊടുത്തിട്ടുണ്ട്. എൻഡിൽ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ളൊരു മാല. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ പ്രൈസ് ടാഗ് ആണെന്ന് ആരും പറയില്ല. വെറൈറ്റി ആയിട്ടുള്ളൊരു ഐഡിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ പ്രൈസ് ടാഗ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ ഈ ഒരു ഐഡിയ യൂട്യൂബിൽ ആരും അപ്ലോഡ് ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു വെറൈറ്റി ഐഡിയ എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. തുടർന്നും ഇതുപോലുള്ള യൂസ്ഫുൾ ഐഡിയാസ് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക.
അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ അതിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.